ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദൈവസ്നേഹം എന്നുള്ളതാണ്. എന്താണ് ദൈവസ്നേഹം? ദൈവസ്നേഹമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അത് നിരുപാധികവും ശാശ്വതവും ലോകത്തിൽ എന്തിനേക്കാളും ശക്തവുമാണ്. നമ്മൾ ആരായാലും നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന്റെ സ്നേഹം നമ്മെ പൂർണ്ണമായി ആശ്ലേഷിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന അവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് 1-2 ചിന്തകൾ കാണാം. ദൈവത്തിന്റെ സ്നേഹം നിരുപാധികമാണ്. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, മറിച്ച് നാം അവന്റെ മക്കളായതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ പരാജയപ്പെടുമ്പോഴും അവന്റെ സ്നേഹം നമ്മളെ ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല. ഇത് നമ്മെ ക്ഷമ, അനുകമ്പ, സഹനം എന്നിവ പഠിപ്പിക്കും. സിറിയയിലെ വിശുദ്ധനായ ഐസക് നമ്മളോട് പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹം ആകാശത്തേക്കാൾ വിശാലമാണ്, കടലിനേക്കാൾ ആഴമുള്ളതാണ്, എല്ലാ ധാരണകൾക്കും അതീതമാണ്. അവൻ നീതിമാന്മാരെക്കാൾ പാപിയെ സ്നേഹിക്കുന്നു, കാരണം അവന്റെ കരുണയിൽ നഷ്ടപ്പെട്ടവരെ കണ്ടത്. രണ്ടാമത്തെ ചിന്ത, ദൈവത്തിന്റെ സ്നേഹം ത്യാഗപരമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് യേശുക്രിസ്തുവാണ്. ദൈവവുമായിട്ട് നമുക്ക് അനുരഞ്ജനപ്പെടുവാൻ വേണ്ടി അവൻ തന്റെ ജീവൻ നൽകി. റോമർ ലേഖനം 5-ാം അധ്യായം 8-ാം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസ്യോസ് പറയുകയാണ്, ദൈവസ്നേഹം വ്യർത്ഥമായ വാക്കുകളല്ല, മറിച്ച് തന്റെ സ്വന്തം പുത്രന്റെ ദാനമാണ്. ഈ സ്നേഹത്തിലൂടെ ലോകം പുതുക്കപ്പെടുകയും മനുഷ്യഹൃദയം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. മൂന്നാമത്തെ ചിന്ത, ദൈവത്തിന്റെ സ്നേഹം സംരക്ഷണവും വഴികാട്ടുന്നതാണ്. ദൈവസ്നേഹം ജീവിതത്തിലൂടെ നമ്മെ നയിക്കുകയാണ്. തന്റെ ആടുകളെ പരിപാലിക്കുന്ന ഒരു ഇടയനെ പോലെ ദൈവം നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. 23-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയാണ്, കർത്താവിന്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. വിശുദ്ധനായ അന്ത്യോക്യയിലെ സേവ്യറിയസ് പറയുകയാണ്, ദൈവസ്നേഹം ഒരു പരിചയ വിശ്വസ്തരെ വലയം ചെയ്യുന്നു. അത് ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖത്താൽ താഴ്ന്നിരിക്കുന്നവരെ ഉയർത്തുകയും ചെയ്യും. ദൈവത്തിന്റെ 4-ാമത്തെ ചിന്ത, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുകയും പങ്കിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സൃഷ്ടിയിലും കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഉത്തരം ലഭിച്ച പ്രാർത്ഥനകളും സമാധാന നിമിഷങ്ങളിലെല്ലാം നാം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുക. അവന്റെ സ്നേഹത്തിൽ നാം വളരുമ്പോൾ ദയ, ക്ഷമ, കാരുണ്യം എന്നിവയുടെ പ്രവൃത്തികളിലൂടെ നാം മറ്റുള്ളവരുമായി പങ്കിടാൻ നമ്മെ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 4-ാം 7-ാമത്തെ വാക്യം പറയുകയാണ്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. വിശുദ്ധനായ എഫ്രേം പറയുകയാണ്, നമ്മിൽ വസിക്കുന്ന ആത്മാവിന്റെ അടയാളമാണ് സ്നേഹം. നാം എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം അനന്തവും രൂപാന്തരപ്പെടുത്തുന്നതും ജീവൻ നൽകുന്നതുമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ സേവിക്കുവാനും മറ്റുള്ളവരെ പരിപാലിക്കുവാനും ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവന്റെ സ്നേഹത്തിൽ ജീവിക്കുന്നതിലൂടെ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള സമാധാനവും സന്തോഷവും ശക്തിയെ നമുക്ക് നൽകാം. ദൈവത്തിന്റെ സ്നേഹത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദിവസം തുറക്കാം. അത് സ്വീകരിക്കുകയും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും അത് പ്രതിഫലിപ്പിക്കുകയും അവന്റെ കരുണയോടെയും കൃപയുടെയും യഥാർത്ഥ സാക്ഷികളാവുകയും ചെയ്യാം. ദൈവത്തിന്റെ സ്നേഹം വെറും ഒരു വികാരമോ ആശയമല്ല, അത് ജീവിതത്തിന്റെ സത്യമാണ്. നാം അറിയാതെ പോലും അത് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തുന്നു. നാം ആയിരിക്കേണ്ട ആളുകളായി നമ്മെ സൗമ്യമായി രൂപാന്തരപ്പെടുത്തും. ദൈവസ്നേഹം ക്ഷമയുള്ളതും ക്ഷമിക്കുന്നതും സ്ഥിരതവുമാണ്. നമ്മൾ തെറ്റുകൾ വരുത്തുമ്പോൾ അത് പതറുന്നില്ല, അത് നമ്മുടെ വിജയത്തെയോ നേട്ടങ്ങളെയോ ആശ്രയിക്കുന്നില്ല. ദൈവസ്നേഹത്തിൽ ജീവിക്കുക എന്നാൽ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും ജീവിക്കുക എന്നുള്ളതാണ്. അതിനാൽ നമുക്ക് ദൈവസ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി തുറക്കാം. അത് നമ്മിലൂടെ ഒഴുകാൻ പരിപൂർണമായിട്ട് ഋഗളമായി ഒഴുകുവാൻ നമുക്ക് അനുവദിക്കാം. നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരുമായി അത് നമുക്ക് സ്വതന്ത്രമായി പങ്കിടാം. കാരണം ദൈവസ്നേഹത്തിൽ നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമ്മെ പ്രവൃത്തിയിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വാക്കുകളുടെയും പ്രവൃത്തിയിലൂടെയും ബന്ധങ്ങളിലൂടെ എല്ലാം അവന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഓരോ ദയാപ്രവൃത്തിയും കാരുണ്യപ്രവൃത്തിയും ക്ഷമയുടെ ഓരോ നിമിഷവും ലോകത്തോടുള്ള അവന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യമായി മാറുകയാണ്. ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന നിഷ്ക്രിയമായില്ല, ജീവിതങ്ങളെ സ്പർശിക്കുകയും നിത്യഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന സജീവവും സന്തോഷകരവും പരിവർത്തനാത്മകവുമായ ഒരു യാത്രയാണ്. നാം പരീക്ഷണങ്ങൾ നേരിടുമ്പോഴോ ഒറ്റയ്ക്ക് പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോഴോ പോലും
ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായി നമ്മളെ നിലനിൽക്കുന്നു. ഇരുട്ടിൽ വഴി കാട്ടുന്ന വെളിച്ചവും കഷ്ടകാലങ്ങളിൽ ഒരു അഭയകേന്ദ്രവുമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ലോകം അനിശ്ചിതത്വത്തിൽ തോന്നുമ്പോഴും പ്രത്യാശ ഉറവിടമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അവൻ്റെ സ്നേഹം സ്വീകരിക്കുമ്പോൾ ഒരിക്കലും യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കല്ല. കാരണം ദൈവം നമ്മളോടൊപ്പം നടക്കുകയാണ്, നമ്മെ ശക്തിപ്പെടുത്തുക, എല്ലാ സാഹചര്യത്തിലും നമ്മൾ നിലനിർത്തുകയാണ്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ചിരിക്കാം. ആയതിന് ചിന്തകൾ ഉപകരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് നാം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.